പ്രിയ അരുൺ, 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയിലെ സെന്റ് ആന്റണീസ് കൊച്ചുതുറയാണ് എൻ്റെ ഇടവക. പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഞാൻ നിങ്ങളെ ഇപ്രകാരം അഭിസംബോധന ചെയ്യുകയാണ്. ഫ്രാൻസിസ് പാപ്പ തന്റെ ഏറ്റവും പുതിയ ചാക്രിക ലേഖനത്തിന് നൽകിയ പേരെന്താണ്? സർവരും സഹോദരർ, ഫ്രatelli tutti. എപ്പോഴും പുഞ്ചിരിക്കുന്ന നമ്മളോട് സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഭാഷയിൽ സംസാരിക്കുന്ന ഈ പാപ്പാപ്പൂപ്പനെ ആർക്കാണ് ഇഷ്ടമാകാത്തത്? നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് പഠിപ്പിച്ചു തന്ന ക്രിസ്തുനാഥന്റെ മാതൃകയിൽ ഭൂമി എന്ന പൊതുഭവനത്തിൽ ഒരു കുടുംബത്തിൽ ജീവിക്കുന്ന സഹോദരരാണ് മനുഷ്യരെല്ലാവരും എന്ന് പാപ്പ നമ്മെ പഠിപ്പിക്കുന്നു. ഈ പുസ്തകത്തിൽ 8 അധ്യായങ്ങളും 287 ഖണ്ഡികകളുമാണുള്ളത്. വിശുദ്ധ ഫ്രാൻസിസ് അസിസി തന്റെ ഒരു സഹോദരനുമായി കുരിശുയുദ്ധകാലത്ത് ഈജിപ്തിലെ സുൽത്താനായ മാലിക് അൽ കമലിനെ കാണുവാനായി പോകുന്ന കഥ ചൊല്ലിയാണ് ഈ പുസ്തകം തുടങ്ങുന്നത്. മരണഭയത്തിനു മുകളിലുള്ള സാഹോദര്യം വിളമ്പിത്തരുന്ന ക്രിസ്തു സ്നേഹത്തിനായുള്ള വിശുദ്ധന്റെ ദാഹത്തിന് മുന്നിൽ സുൽത്താൻ കീഴടങ്ങുന്നു. യുദ്ധം അവസാനിപ്പിക്കാമെങ്കിൽ, അക്രമവും കൊലപാതകവും ഒഴിവാക്കാമെങ്കിൽ, നമ്മൾ എല്ലാവരും സഹോദരരായി ജീവിക്കാമെങ്കിൽ ഈ ഭൂമി മഹത്തരമാകുമെന്ന് പാപ്പ നമ്മെ ഈ കഥയിലൂടെ പഠിപ്പിക്കുന്നു. മഹാമാരിയായ കോവിഡിൽ നിന്നും നാം പുറത്തു കടക്കേണ്ടത് അടഞ്ഞ ലോഹത്തിനു മേലുള്ള ഇരുണ്ട മേഘപാളികൾ മാറ്റിയിട്ടാകണം. വൃദ്ധരെയും പാവപ്പെട്ടവരെയും ഗർഭസ്ഥ ശിശുക്കളെയും തള്ളിക്കളയുന്ന കൊല്ലുന്ന സ്വാർത്ഥതയുടെ സംസ്കാരമാണ് ഏറ്റവും വലിയ മഹാമാരി എന്ന് നാം ഓർക്കണം. നല്ല സമറാന്റെ കഥ പറഞ്ഞുകൊണ്ട് പാപ്പ നമ്മോട് ചോദിക്കുന്നു, മുറിവേറ്റ ഒരുവൻ കിടക്കുന്നവരെ ഞാനൊരു അപരിചിതനോ സഹോദരനെ മുറിപ്പെടുത്താനോ അവന്റെ വീടിനെ കാണാതെ പോകാനോ ഇല്ല, മറിച്ച് സഹോദരനെ കാവലാകുവാനാണ് നാം ഓരോരുത്തരെയും വിളിക്കപ്പെടുന്നത്. അതുതന്നെയാണ് നമ്മുടെ സംതാര ദിനത്തിന്റെ ആപ്തവാക്യവും. വേദനിക്കുന്നവരെ കാണുമ്പോഴാണ്, കഷ്ടത അനുഭവിക്കുന്നവരെ താങ്ങുമ്പോഴാണ് മെച്ചപ്പെട്ട ഒരു രാഷ്ട്രീയവും രൂപപ്പെടുന്നത്. അപ്രകാരം ഏകമാനവ കുടുംബം ഒരേ ലക്ഷ്യം പങ്കുവെക്കുന്ന സഹയാത്രികർ, ഭൂമിയെ പൊതുഭവനമായി കാണുന്ന മക്കൾ എന്ന നിലയിൽ നമുക്ക് എത്തിച്ചേരാം. ഇതിന് സമർപ്പണം ആവശ്യമാണ്. കാരണം പഴയ നിയമത്തിലെ ജോബ് നമ്മെ പഠിപ്പിക്കുന്നത് പോലെ വിശ്വാസം എന്നത് എല്ലാം കാണുന്നതോ അറിയുന്നതോ കണ്ടെത്തുന്നതോ അല്ല, മറിച്ച് ഒരു സമർപ്പണമാണ്. സഹോദരന്റെ കാവലാളായി എല്ലാവരും സഹോദരൻ എന്ന് പറയുവാൻ നമ്മുടെ വിശ്വാസം നമ്മെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി.